ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആയിട്ടാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിംഗ്. മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം പേപ്പർ നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യും. ഇനി നമുക്ക് പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. മുകളിലും താഴെയും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ബ്രഷ് ഫ്ലാറ്റ് ബ്രഷാണ്, ബ്രഷ് നമ്പർ 14. അടുത്തത് പേർപ്പിളാണ് അപ്ലൈ ചെയ്യുന്നത്. ഡീപ് ബ്രിൽ പേർപ്പിളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചെയ്യേണ്ടത് പേപ്പർ വെറ്റായിരിക്കുമ്പോൾ തന്നെയാണ്. ഫസ്റ്റ് ലെയർ ഡ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനി എഡ്ജസിൽ പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്യാം. പ്രഷ്യൻ ബ്ലൂ ഡ്രൈ ആവുന്നതിന് മുൻപ് തന്നെ ഡീപ് ബ്രിൽ പേർപ്പിൾ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഉള്ളിലേക്ക് ഷെയ്ഡിങ് ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുന്നത് ലൈറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു പാത്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി പിങ്കും പേർപ്പിളും യൂസ് ചെയ്ത് നമുക്ക് കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻട്രൽ വൈറ്റ് യൂസ് ചെയ്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഡാർക്കർ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാം. ബ്രഷ് നമ്പർ 4 or 6 ഉപയോഗിച്ച് നമുക്ക് പിങ്കും പേർപ്പിളും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിൽ കൊടുത്തതിൻ്റെ അല്പം കൂടി ലൈറ്റർ ഷെയ്ഡാണ് താഴെ റിഫ്ലക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. സ്കൈ ഞാൻ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഡാർക്കർ ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡ് എന്നൊക്കെ പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഓൾട്ടർ ചെയ്താൽ മതി. നമുക്ക് ലൈറ്റർ ആൻഡ് ഡാർക്കർ ഷെയ്ഡ്സ് കിട്ടും. പിങ്കും പേർപ്പിളും യൂസ് ചെയ്ത് ഞാൻ കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡാക്കി കൊടുത്തിരിക്കുകയാണ് സ്കൈ. ഇനി നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ബാക്കി എലമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് കൊടുക്കാം. ഞാനിവിടെ ട്രീ, ഷ്രബ്സ്, ഗ്രാസ് ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രാഞ്ചസ് കൊടുക്കാൻ വേണ്ടി ബ്രഷ് നമ്പർ 0 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ബ്രഷ് നമ്പർ 12 റൗണ്ട് ബ്രഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പിങ്ക് ആൻഡ് പേർപ്പിൾ ഹ്യൂലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ എലമെൻസും പിങ്ക് ആൻഡ് പേർപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിലെ ഹൈലൈറ്റഡ് ഭാഗത്ത് വരുമ്പോൾ കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡ് ഓഫ് ലീവ്സ് ആണ് കൊടുക്കേണ്ടത്. എവേ ഫ്രം ദി ലൈറ്റ് വരുമ്പോൾ ഡാർക്കർ വേരിയേഷൻസ് ഓഫ് കളർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലൈറ്റിൻ്റെ റേഡിയേഷനിലെ വ്യത്യാസങ്ങൾ മനസ്സിലാവൂ. ഗ്രാസ് ഒന്നല്ലെങ്കിൽ ഫാൻ ബ്രഷ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നോർമൽ ബ്രഷ് യൂസ് ചെയ്തിട്ടായാലും റഫ് ബ്രിസിൽ ബ്രഷസ് യൂസ് ചെയ്തിട്ടായാലും ചെയ്യാം. ഫൈനലി ഫ്ലവേഴ്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വൈറ്റ് സ്പ്ലാറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പെയിൻറ്റിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ പെയിൻറ്റിങ് റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിത് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം ഓർ ഇമെയിൽ ത്രൂ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.